ഒരു ഇന്റർവ്യൂ ക്ലിയർ ചെയ്ത് ജോബിലേക്ക് കയറുക എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു ഡ്രീമാണ് അല്ലേ? Hi all, it's me Suela Hashim. Today we are going to discuss 4 things that a recruiter noticed before starting the interview. പല കാൻഡിഡേറ്റ്സും ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ്, ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ്, അതല്ലെങ്കിൽ റെസ്യൂമിന്റെ കോണ്ടന്റ്സിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്യൂ മിനിറ്റ്സിൽ തന്നെ ഇന്റർവ്യൂർ നിങ്ങളെ കുറിച്ചൊരു ഇംപ്രഷൻ അവിടെ സെറ്റ് ചെയ്യും. ഒരു റിക്രൂട്ടർ നോട്ടീസ് ചെയ്യുന്ന 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഇസ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു റിക്രൂട്ടർ ഫസ്റ്റ് നോക്കുന്ന കാര്യം നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടോന്നാണ്. കാരണം നിങ്ങളൊരു കമ്പനിയെ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൽ എന്ന് പറയുന്നത് നന്നായിട്ട് സംസാരിക്കാൻ പറ്റണം എന്നാണ്. സംസാരിക്കാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നൊന്നുമല്ല, പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യത്തിന് പ്രോപ്പർ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇന്റർവ്യൂവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾ റൈറ്റ് വേയിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നോ? നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നോ? നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല പ്രോപ്പറായും കോൺഫിഡൻ്റ് ആയും കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 80% സെലക്ഷൻ അവിടെ തന്നെ കിട്ടും. നെക്സ്റ്റ് ഈസ് കോൺഫിഡൻസ്. നമ്മുടെ മലയാളി കുട്ടികളുടെ ഒരു പോസിറ്റീവ് പോയിന്റ് എന്താണെന്ന് അറിയോ? അവർ ഹൈലി ടാലന്റഡ് ആണ്. എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അവരുടെ ഒരു വീക്ക് പോയിന്റോ, അവർക്ക് എല്ലാത്തിനോടും ഒരു പേടിയാണ്. അത് കുട്ടികളുടെ മിസ്റ്റേക്ക് അല്ല, എല്ലാത്തിനോടും നോ പറഞ്ഞിട്ട് ആ കുട്ടികളുടെ കോൺഫിഡൻസ് അവിടെ ഡൗൺ ആയി വരികയാണ്. നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കോൺഫിഡൻ്റ് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവും നിങ്ങളുടെ ഉള്ളിലുള്ള ആശയങ്ങളും നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് അവിടെ സെലക്ഷൻ കിട്ടും. നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് ഇസ് റെസ്യൂമേ. ഇത് ചുമ്മാ ഒരു പേപ്പർ മാത്രമല്ല, നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ സ്റ്റോറിയാണ്. കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു കുട്ടി സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അവിടെ വീട്ടിലിരിക്കുകയാണ്. സോ ഈ കുട്ടിക്ക് ഈ സ്കില്ലുണ്ടെന്നുള്ളത് കമ്പനീസ് എങ്ങനെയാണ് അറിയുന്നത്? ഇറ്റ്സ് ത്രൂ ദ CV. സോ CV ആണ് നിങ്ങളുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽ. സോ ഒരു CV പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ സ്കിൽസും നിങ്ങളെ കൊണ്ട് കമ്പനീസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നൊക്കെ നിങ്ങൾക്ക് ആ CVയിൽ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ കിട്ടും. ഇൻ്റർവ്യൂ കോൾ കിട്ടിയതിന് ശേഷം ഈവൻ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാനും പല ഇൻ്റർവ്യൂവേഴ്സും ഈ CV ബേസ്ഡാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ CV പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നിങ്ങളുടെ സ്കിൽസ് ഹൈലൈറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഹൈലൈറ്റ് ചെയ്ത് പ്രൊഫഷണൽ വേയിൽ അതെന്താണ് HR-ന് സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് പ്രൊഫഷണലിസം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളൊരു ബ്രാൻഡിനെ റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. സോ പ്രൊഫഷണലിസം ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നിങ്ങൾ വിയർ ചെയ്യുന്ന ഡ്രസ്സ് നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കണം. നല്ല രീതിയിൽ മുടിയൊക്കെ ഗ്രൂം ചെയ്ത് ഇന്റർവ്യൂവിനെ കാണുന്ന സമയത്ത് ഈ കുട്ടി ഓക്കെ ആണ്, ഡീസൻ്റ് ആണെന്നുള്ള ആ ഒരു കൈൻഡ് ഓഫ് ഫീൽ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ക്ലിയർ ചെയ്യേണ്ട ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇന്റർവ്യൂവിന്റെ സമയത്ത് ഒരിക്കലും നിങ്ങളുടെ നോളേജ് മാത്രമല്ല ഒരു HR ചെക്ക് ചെയ്യുന്നത്, ആ HR-ന്റെ കൾച്ചറായും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റാഫുമായിട്ടും നിങ്ങൾക്ക് മിങ്കിൾ ചെയ്ത് മുന്നോട്ട് പോയി വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടെ അവർ ശ്രദ്ധിക്കും. ഇതുപോലത്തെ ഇന്റർവ്യൂ ടിപ്സും അതുപോലെ കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങനെ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യണമെന്നൊക്കെ അറിയണമെങ്കിൽ ഈ ഒരു പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ യു ക്യാൻ കോൺടാക്ട് ദ ബിലോ നമ്പർ. വി ആർ ദെയർ ടു ഗൈഡ് യു. താങ്കിങ് യു, സുഹേല ഹാഷിം.